യോഹന്നാൻ 2:11. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന്. ഓക്കെ, പറഞ്ഞേ, വായിച്ചേ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന്. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അടയാളങ്ങളുടെ ആരംഭം കുറിച്ചത് ആരാണ്? അമ്മയാണ്. ഇന്ന് കൃപാസനത്തിൽ നിന്ന് ഇങ്ങനെ തോരാത്ത സാക്ഷ്യങ്ങളല്ലേ. ഇപ്പം നമ്മൾ സകല സമയ സാക്ഷ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞ ചാനലിടെ ആരംഭിക്കുക. സകല സമയം 24 മണിക്കൂറും ലൈവായിട്ട് സാക്ഷ്യം കേൾക്കാം. കാര്യം അത്ര കണ്ട് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഏതാണ്ട് 8000-ഓളമാണ് അപ്പ് ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നത്. 8000-ഓളം സാക്ഷ്യങ്ങൾ. 8000 സാക്ഷ്യങ്ങളും അപ്പോൾ പലർക്കും സങ്കടമാണ്. ഞങ്ങൾ വന്ന് സാക്ഷ്യം പറഞ്ഞു, എന്നിട്ട് അച്ഛൻ ഞങ്ങളുടെ സാക്ഷി ഇട്ടില്ലെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. പക്ഷേ അതല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. യേശു പ്രവർത്തിച്ച, അമ്മയുടെ മാധ്യസ്ഥയിൽ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിൽ സംഭവിച്ചത്. അതിങ്ങനെ പിന്നീട് അത് ആരംഭം മാത്രമാണ്. അറ്റവും അറുതിയും ഇല്ലാതെ ഇങ്ങനെ നീളുന്ന സാക്ഷ്യമാണ്. നമുക്ക് എല്ലാ ദിവസവും ഇനി ലൈവായിട്ട് സാക്ഷ്യം ഉണ്ടാവും. 24 രാവിലെ 6 മണി തൊട്ട് രാത്രി വൈകുന്നേരം 6 മണി വരെ, വൈകുന്നേരം 6 മണി തൊട്ട് വെളുപ്പിന് 6 മണി വരെ നിരന്തരം സാക്ഷ്യം. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ട് അഭിഷേകം പ്രാപിച്ച് ഉടമ്പടി ശക്തി പ്രാപിച്ച് ഈ ശുശ്രൂഷകളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഷെയർ ചെയ്യണം. അനേക മക്കളിലേക്ക് വിശ്വാസത്തിൽ നിലനിർത്താനും പ്രതിസന്ധികളെ അതിജീവിക്കാനും കഷ്ടപ്പാടിൻ്റെ കാലത്ത് കണ്ണീരിൻ്റെ സമാധാനവുമായി ഉടമ്പടിയുമായി വരും ദൈവത്തിൻ്റെ മഹത്വം മറ്റു ജനങ്ങളുടെ കൈമാറാൻ എന്നെ സ്വർഗത്തിൻ്റെ ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ആരാധന, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. എത്രയോ ആയിരങ്ങൾ ആശ്വാസം പ്രാപിച്ച് സാക്ഷ്യം പറഞ്ഞ സ്ഥലത്താണ് നിങ്ങളെ ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സന്തോഷമായിട്ട് എൻ്റെ ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്, അല്ലെങ്കിൽ എന്നെ വിശുദ്ധമായി മണ്ണിൽ കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. അപ്പോൾ ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന് 2 ദിവസം മതി നിങ്ങളുടെ ഓരോ വിഷയത്തിൻ്റെ മേലും തീരുമാനമെടുക്കാൻ. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിടിച്ചിറക്കാൻ ചിലപ്പോൾ 200 ദിവസം വേണ്ടി വരും. അതാണൊരു പ്രശ്നം. ആ പ്രശ്നം നിങ്ങൾ തന്നെ പരിഹരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നിങ്ങൾ രോഗമുള്ളിടത്തെല്ലാം കൈവച്ച്, നിങ്ങൾക്ക് തന്നെ രോഗം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അവിടുന്ന് തൻ്റെ തലമുറകൾ തോറും തൻ്റെ ഭക്തരുടെ കാരുണ്യം തലമുറകൾ തോറും നൽകുന്ന. അപ്പം നിങ്ങളുടെ മക്കൾക്കും കൂടപ്പിറപ്പുകൾക്കൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ശ്രദ്ധിക്കുക. രോഗമുള്ളത് ഇവിടെ അച്ഛൻ രോഗികളെ ഞാനിങ്ങനെ ജനറലായിട്ടാണ് പ്രാർത്ഥിക്കണത്. അപ്പോൾ എൻ്റെ മക്കൾ 1, 2, 3 രോഗമൊക്കെ ഉണ്ടെങ്കിൽ കൈകൾ മാറ്റി, ശരീരത്തിൽ കൈകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അതറിയാത്തവർ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ശ്രുതിക്കട്ടെ. നല്ലവനായ ഈശോയെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം. നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസനം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, ഓരോ മക്കളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ഓൺലൈനായിട്ടും കർത്താവെ കൃപാസനത്തിലും പ്രാർത്ഥിക്കുമ്പോൾ അവർ ശരീരത്തിൻ്റെ വിവിധമായ സ്ഥലങ്ങളിൽ കൈകൾ മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ രോഗമുള്ളിടത്തെല്ലാം PCOD രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. അതുപോലെ തന്നെ പിസ്തുല രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. ഹൃദയ രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കരട് രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കിഡ്നി രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ.
തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. സ്പോണ്ടിലോസിസ് രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. മെനിഞ്ചേരിയസിന് അസുഖമുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. കണ്ണ് കാഴ്ചയില്ലാത്തവർ, മൂക്കിന് അഡിനോയിഡിൻ്റെ രോഗമുള്ളവരെ, അതിന് ഓപ്പറേഷൻ ചെയ്യുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. അങ്ങനെ ഓരോ മക്കളും കൈ പൊക്കാൻ പാടില്ലാത്ത, നീതി കെട്ടുന്നവരെ, നീർക്കെട്ടിൻ്റെ രോഗമുള്ളവരെ, നീരിറക്കമുള്ളവരെ എല്ലാവരും സ്പർശിക്കുക കർത്താവേ. ഈശോയെ ഈശോയെ ഓരോരോ ശ്വാസകോശ രോഗികളെ, വിധവ മക്കളില്ലാത്തവരെ, അതുപോലെ കിഡ്നി രോഗികളെ എല്ലാവരെയും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, മാരക രോഗങ്ങൾ, തിരാവേദികൾ, പറയാത്ത രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രതിഷേധത്തിന്റെ സാക്ഷികളായി അവരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ, രോഗികളുടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം ജോലിയില്ലാത്തവരെ. ഇന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതല്ലേ, ജോലിയില്ല. കോൺട്രാക്ടർമാർ വരെ വർക്ക് കിട്ടാതെ, ഓരോ ലോബികളൊക്കെ വന്നിട്ട് സംസ്ഥാനത്തിൻ്റെ വർക്ക് അടിച്ചു മാറ്റിയിട്ട് പഴയ കോൺട്രാക്ടർമാരും അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ വഴിയാധാരമായി ബാങ്കിൽ പലിശ കൂടി ജപ്തിയായി. എന്തുമാത്രം, അതായത് ഭരണകൂടം തന്നെ ഉണ്ടാക്കുന്ന ഇതിലുള്ള തൊഴിൽ ദാരിദ്ര്യം മൂലം ഉണ്ടാകുന്ന എന്തുമാത്രം കഷ്ടപ്പാടുകളാണ് നമ്മൾ സമൂഹം അനുഭവിക്കുന്നത്. ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഇത് നിൽക്കുന്നവരെ, റാങ്ക് ലിസ്റ്റിലുള്ളവർ, വിളിക്കപ്പെടാത്തവരെ, റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവർ, അവരുടെ വയസ്സ് കവിയാൻ പോകുന്നവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കടകൾ പൂട്ടിപ്പോയവരെ, കടകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് പോലും വാടക കിട്ടാത്തവരെ, കട ഒഴിയാത്തവരെ, കേസായിപ്പോയവർ, സ്ഥലങ്ങൾ കേസിലായിപ്പോയവർ, വിൽക്കാൻ പറ്റണില്ല, കേസ് തീരണമില്ല, അങ്ങനെ അകപ്പെട്ടു പോയവർ, വിവാഹം ഒത്തുവരാത്തൊരു വിവാഹം നടക്കാത്തൊരു നടന്ന വിവാഹത്തിലെ കുരുക്കിൽ വീണ് പോയവർ എല്ലാവരും കണ്ണീരോടെ ആൽത്താറയിൽ അമ്മയോട് ചേർന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ശ്രദ്ധിക്കട്ടെ. എല്ലാ മക്കളുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മധ്യസ്ഥം വഹിക്കണമേ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ അമ്മ മധ്യസ്ഥയാകണമേ. ദൈവമഹത്വത്തിൻ്റെ മധ്യസ്ഥയെ കർത്താവേ, എല്ലാ മക്കൾക്ക് അടയാളം ലഭിച്ചുകൊണ്ട് സാക്ഷ്യമായിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അമ്മ അടയാളമാകണമേ. അമ്മ മഹത്വത്തിന് മധ്യസ്ഥയാകണമേ. ശ്രദ്ധിക്കട്ടെ. ജപ്തി നടപടിയിൽ ഇരിക്കുന്ന മക്കളെ, ഒരു പോംവഴിയും കാണാതിരിക്കുന്ന മക്കളെ, പണം കൊടുത്തിട്ട് പണം കുടുങ്ങിപ്പോയവരെ, അന്യൻ്റെ കൈകളിൽ അകപ്പെട്ടിരിക്കണം, അന്യാധീനപ്പെട്ടു പോയ പണം, അതുകൊണ്ട് ജീവിക്കാൻ മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, എന്ത് മാർഗമെന്നറിയാതെ അന്താളിച്ച് ജീവിക്കുന്നവരെ, വിദേശ രാജ്യങ്ങളിൽ ജയിലിലായിപ്പോയവരെ, പല കേസുകളിലും കള്ളക്കേസ് അകപ്പെട്ട് ജീവിതം കുരുങ്ങിപ്പോയവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, എത്ര മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ച് ശരീരത്തിന് ഏക്കാത്തവരെ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ ശക്തി അതിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവമേ, നീ മറിയത്തിൻ്റെ മാധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെട്ട പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ മഹത്വപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഭവനരഹിതര്, വഴിയില്ലാത്തവര്, വഴി തടസ്സമുള്ളവര്, വിദേശ ജോലിക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, വിദേശത്ത് പോയിട്ട് വേണ്ടത്ര ജോലി കിട്ടാതെ മിസ്സായി പോയിട്ട് ഡേറ്റ് തീരാൻ പോകുന്നവർ, അവിടെയുള്ള ചെലവിന് മാത്രം ജോലി ഉണ്ടാകുകയും കടം പരിഹരിക്കാൻ പറ്റാതെ ചെറിയ ജോലിയിൽ കുരുങ്ങിപ്പോയിരിക്കുന്നവർ, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഇനി എന്തെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക മൗനമായി. മുട്ടയക്കുക. സമാപനാശീർവാദം. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ആ വിഷയങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിലൂടെ വെളിപ്പെട്ടതുപോലെ അവിടുത്തെ മഹത്വത്തിൻ്റെ വലിയ ഉപകരണമാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്തുതി. താങ്ക് യു ജീസസ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ